ഷിയാസ് കരീമിൻ്റെ പണത്തിനും മറ്റ് ആഡംബരതയ്ക്കൊക്കെ മുമ്പിൽ 60ഉം 32ഉം 24ഉം വയസ്സുള്ള പെൺകുട്ടികളൊക്കെ വീണു പോവുകയാണ്. ആ വലയിൽ കുരുക്കപ്പെടുകയാണ്. അതിൻ്റെ വാർത്തകളാണല്ലോ പുറത്തു വരുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള കുലുക്കവും ഷിയാസ് കരീമിന് യഥാർത്ഥത്തിലില്ല. ഇതൊക്കെ കള്ള കേസുകളാണ് തനിക്കെതിരെ നടത്തിയിട്ടുള്ളത്. താൻ ഓൾറെഡി വിവാഹിതനാണ്, ഒരു കുട്ടിയടക്കമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം, വിധി നിർണ്ണയിക്കേണ്ടത് മാധ്യമങ്ങളോ ഒന്നുമല്ല, കോടതി തന്നെയാണ്. ഇപ്പോൾ ഒരു FIR മാത്രമേ ഉള്ളൂ. അതായത് പുറത്തു വന്ന ശബ്ദരേഖകൾ എൻ്റെ അടുത്തുണ്ട്. നിരവധി ശബ്ദരേഖകളാണ് ഷിയാസിൻ്റേതായും സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടും വന്നിട്ടുള്ളത്. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഷിയാസ് കരീം പണം ചോദിച്ചു, പണം വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം. അതിന് കൃത്യമായി അവർ കൊടുത്ത പരാതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരൊരിക്കലും ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം വീഡിയോ ചിത്രീകരിക്കുകയും അത് പോൺ സൈറ്റിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 45 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്നൊരു കാര്യമാണ് പ്രധാനം. 69 ലക്ഷം രൂപ ചോദിച്ചു, അതിൽ 45 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്നൊരു പരാതിയാണ് എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. അത് പ്രകാരമുള്ള ശബ്ദ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഈ വസ്തുത ശരിയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് എങ്ങനെയാണ് മുഹമ്മദ് ഷിയാസ് കരീം ഇത്രയും പ്രശസ്തനായത്? ഷിയാസ് കരീം പ്രശസ്തനായത് ബിഗ് ബോസിൽ അദ്ദേഹം പങ്കാളിയാവുകയും അവിടെ നിന്ന് വലിയ ആരാധകരുണ്ടാവുകയും ഈ ആരാധക വൃന്ദത്തിൽ സ്ത്രീകളും യുവതികളൊക്കെ ഉണ്ടാവുകയും ആ സ്ത്രീകൾ ആരാധന മുഖത്ത് ഇത്തരം ആളുകളെ പിന്നാലെ പോവുകയും ചെയ്തത് തന്നെയാണ് ഇതിന് ദുരന്തമുണ്ടായിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. ഷിയാസ് പറയുന്നത് തൻ്റെ വീട്ടിൽ നിന്നും സ്വർണം മേടിച്ചിരുന്നു, അതേപോലെ പണം കടം മേടിച്ചിരുന്നത് തിരിച്ചു ചോദിച്ചതാണ് എന്നാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളും ആ ഓഡിയോ സംഭാഷണത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ആ ഓഡിയോ സംഭാഷണങ്ങളൊന്നും നമുക്ക് പുറത്തുവിടാം. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ഇഷ്യൂസ് എനിക്ക് വരും. അപ്പോൾ നീ എനിക്കത് പൈസയായിട്ട് വാങ്ങിച്ചു കയ്യിൽ വെച്ചാൽ മതി, അതാണ് നല്ലത്. അക്കൗണ്ടിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ 2 വർഷമായിട്ട് ഇൻകം ടാക്സ് അടച്ചിട്ടില്ല, അത് അടയ്ക്കണം. ജിമ്മോട് ഇങ്ങനെ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. അത് കുറച്ച് കടമൊക്കെ ഒന്നുണ്ടാ. അനിമോൾക്ക് ഒരു 1,40,000 കൊടുക്കാനുണ്ട്. ഓക്കെ, എന്തായാലും അയക്കേ 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാ അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിൻ്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നീ എന്തായാലും ചെയ്തു തന്നെന്നുള്ളൂ. അത് ഓക്കെ ആവാൻ എൻ്റെ മനസ്സ് പറയണം. ബാക്കി ഇച്ചിരി ടൈറ്റ് വരെയിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇച്ചിരി സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്യണം, കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം. ജിമ്മോട് ഇങ്ങനെ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെൻറ്റ്സിന് കുറച്ച് അഡ്വാൻസ് കൊടുക്കാമെന്നാ. ഓക്കെ ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും ATM നിന്ന്? 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്, അത് ക്ലോസ് ചെയ്യണം. അത്ര എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, തണലായിട്ടും. അത് അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്രയുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്തോഷത്തിനോടെ ഉണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും, അത്ര മതി. കണ്ടല്ലോ, 4, 5, 6 അല്ല, എൻ്റെ അടുത്ത് 100 കണക്കിനുണ്ട് ഇത്തരം സംഭാഷണങ്ങൾ. അതിലെല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള സംഭാഷണങ്ങൾ അടക്കമുണ്ട് എന്നുള്ള വസ്തുതയാണ് നമുക്ക് ഇതിൽ കൂടെ പുറത്തുവിടാൻ പറ്റില്ല. അപ്പം ഈ സംഭാഷണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാവുന്ന കാര്യം ഷിയാസ് കരീം ഇത്തരം കാര്യം ഇൻവോൾവ് ആണ് എന്ന് തന്നെയാണ്. അതായത് ഇങ്ങനെ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ഈ വരുന്ന സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക മാത്രമല്ല, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വ്യക്തമായ ശബ്ദ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യത്തിൽ സത്യസന്ധതയുണ്ട്, ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മുമ്പ് ഷിയാസ് കരീമിനെ കുറിച്ചിട്ട്
കാസർഗോഡുകാരിയായ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു ജിമ്മിലെ ഇൻസ്ട്രക്ടർ, വനിതാ ഇൻസ്ട്രക്ടർ പരാതി കൊടുത്തിരുന്നു. അത് കാസർഗോഡായിരുന്നു കൊടുത്തിരുന്നത്, ബലാത്സംഗ കേസായിരുന്നു കൊടുത്തിരുന്നത്. അതിൽ വലിയ നടപടികളൊന്നും ഉണ്ടായിരുന്നു, വലിയ വിവാദമായിരുന്നു. ഇന്ന് ഷിയാസ് കരീം തന്നെ നേരത്തെ വന്നിട്ട് അദ്ദേഹം ഇതിനെ ഇല്ല, ഇതൊക്കെ കള്ളമാണ്, എൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിന് നിഷേധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ തെറ്റുകാരികൾ ഏറ്റവും അധികം പ്രധാന സ്ത്രീകൾ തന്നെയാണ്. ഈ കാണുന്ന ആളുകളുടെ പിന്നാലെ പോവുകയും നഗ്നചിത്രങ്ങൾ എടുക്കാൻ നിന്നു കൊടുക്കുകയും അല്ലെങ്കിൽ അവർ ശാരീരിക ബന്ധത്തിന് വേണ്ടി അവസരമൊരുക്കുകയും പൈസ കൊടുക്കുകയും ഭ്രാന്ത് മൂത്ത് ചോദിക്കുമ്പോൾ തന്നെ സെലിബ്രിറ്റികൾ പൈസ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം കുടുങ്ങിക്കഴിഞ്ഞിട്ട് മേലോട്ട് നോക്കി കരഞ്ഞിട്ട് കഴിഞ്ഞാൽ സ്വന്തം വായിക്കകത്തേക്ക് തന്നെയാണ് മലർന്നു കിടന്ന് തുപ്പുമ്പോൾ ഉണ്ടാവുക എന്നുള്ള അനുഭവം ഇവിടെ എല്ലാവരും ഓർക്കേണ്ടതാണ്. കാരണം ഇതിൽ പെട്ടുപോകുന്ന ആരാധനമൂത്ത് പല നടന്മാരുടെയും പിന്നാലെ പോയി അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ പിന്നാലെ പോയി അവസാനം കുടുങ്ങിയ ശേഷം ഇരുന്ന് കരഞ്ഞ് വരുമ്പോൾ ആരും ഉണ്ടാവില്ല. അവനാൻ്റെ കൂടെ കരയുന്ന ആളുടെ കൂടെ നമ്മൾ സ്വന്തമേ ഉണ്ട്, നമ്മുടെ നിഴൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മുമ്പ് വയലാറിൻ്റെ ഒരു ഗാനമുണ്ട്, കരയുമ്പോൾ നിന്റെ കൂടെ ഒരാളുണ്ടാവില്ല, ചിരിക്കുമ്പോൾ ആയിരങ്ങൾ കാണും എന്ന് പറയുന്ന വാക്കുകൾ അനർത്ഥമാക്കുകയാണ് ഈ കാര്യത്തിലുണ്ടാകുന്നത്. എന്തായാലും ഷിയാസ് കരീം ഒരു തെറ്റുകാരനല്ല. അപ്പം ഷിയാസ് കരീം തെറ്റുകാരനല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതോടൊപ്പം തന്നെ തെറ്റുകാരികൾ കൂടിയാണ് മറുഭാഗത്തുള്ള. ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ യുവതിയുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് അവർ ഇഷ്ടപ്രകാരമാണ് പൈസ കൊടുത്തിട്ടുള്ളത് ആണല്ലോ. ഇവിടെ ബ്ലാക്ക് മെയിൽ ചെയ്ത് തൻ്റെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ നഗ്നചിത്രങ്ങളോ ആയ കാര്യങ്ങൾ പോൺ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പൈസ മേടിച്ചത് എന്ന് പറയുന്ന കാര്യമാണ് പരാതിയിലുള്ളത്. അപ്പം അതെങ്ങനെ ഇതാകാൻ പറ്റും? അപ്പം സമ്മതപ്രകാരം പൈസ കൊടുക്കുകയാണോ? അല്ല, ബ്ലാക്ക് പേടിച്ചിട്ടാണ്. അതായത് ഒരു പെണ്ണിനെ തൻ്റെ മാനം കളയും എന്ന് പറയുന്ന വലിയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യുവതി എന്താണ് ചെയ്യുക? ആ യുവതി പരാതി കൊടുക്കാമെന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പം മാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നത്. അത് ഇതിൻ്റെ മൂർധന്യയിലെത്തുമ്പോൾ തൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ തട്ടിപ്പ് നടത്തി തിരിച്ച് വല്ലാത്ത അവസ്ഥയിലെത്തുമ്പോഴാണ് പിന്നീട് പരാതിയുമായി എത്തുന്നത്. ഇത് സാധാരണ നടക്കുന്ന സംഭവമാണ്. അത് അതിൽ സ്ത്രീകൾക്ക് അവരുടേതായ പങ്കുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാണുന്ന സെലിബ്രിറ്റിയെ കാണുമ്പോൾ ഭ്രാന്ത് മൂത്ത് ആരാധന മൂത്ത് ഭ്രാന്താവും, ഭ്രാന്ത് മൂത്ത് എന്തിനും തയ്യാറാവും, എന്ത് സ്വന്തം ശരീരത്തിലെ താലിമാലി അടക്കം ഊരി കൊടുക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് അവരും കൂടെ കുറ്റവാളികളാണ്. അപ്പോൾ ഈ ശബ്ദ സംഭാഷണത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇവരും കൂടെ പങ്കാളികളാണ് ഇതിൻ്റെ അകത്ത്. പക്ഷേ അതിൻ്റെ അകത്ത് യഥാർത്ഥ കുറ്റവാളി എന്ന് പറയുന്നത് വെൽ പ്ലാൻഡ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട മുഹമ്മദ് ഷിയാസ് കരീം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റ് ദൗർബല്യമാണ് ഒരു സ്ത്രീയുടെ ദൗർബല്യം. അല്ല, ആരാധന മൂത്ത് വരുന്ന സ്ത്രീയെ എങ്ങനെ വലയിൽ വീഴ്ത്തി സ്വന്തമാക്കാം, എന്നിട്ട് അത് എങ്ങനെ ദുരുപയോഗം ചെയ്യാം. ആദ്യം മിസ്യൂസ് ചെയ്യുന്നു, പിന്നെ അത് തട്ടിയെടുക്കുന്നു, ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നു. ഇതാണ് നടക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഈ സിനിമാ രംഗത്ത് സ്ഥിരമായി നടക്കുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ ഇടയിൽ സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമാണിത്. ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താ വെച്ചാൽ, സാധാരണ സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ ബന്ധമൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നമായ എന്നെ ഉടനെ പീഡിപ്പിച്ചു എന്ന് പറയും. ഇതിൽ പക്ഷേ പീഡനം എന്ന് പറഞ്ഞിട്ടില്ല, ചൂഷണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേ പൈസ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ പ്രശ്നം വന്നിരിക്കുന്നത്. അതിൽ അവരെ പോൺ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്ന സംഭവം വന്ന ശേഷമാണ് അവർ വളരെ ഗൗരവമായിട്ട് ഇതിനെ കണ്ടത്. അതിനുശേഷം പരാതിയുമായിട്ട് വന്നത് എന്നാണ് പാലാരിവട്ടം പോലീസ് പറയുന്നത്. എന്തായാലും പാലാരിവട്ടം പോലീസ് കൊടുത്ത പരാതി തെളിവില്ല എന്ന് പറയാൻ പറ്റില്ല, തെളിവുകളുണ്ട്. ഷിയാസ് കരീമിനെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ് സത്യം. അത് ചെറുതായ തെളിവുകളല്ല, അതിൻ്റെ അകത്ത് ആ ശബ്ദ സംഭാഷണത്തിലല്ല എന്ന് ഷിയാസ് കരീം പറഞ്ഞിട്ടുമില്ല. അപ്പം അദ്ദേഹം പറയുന്ന കാര്യം, എൻ്റെ കുടുംബ ബന്ധമുള്ള സ്ത്രീയാണ്, എന്നേക്കാൾ പ്രായമുണ്ട്, 60 വയസ്സുണ്ട്, അപ്പം അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. 60 വയസ്സാണോ 70 വയസ്സാണോ എന്നുള്ളതൊന്നല്ല പ്രശ്നം. ഈ ആരാധന മൂത്ത് ഭ്രാന്തായി കഴിഞ്ഞാൽ പ്രായത്തിനൊന്നും, ഈ കാമത്തിന് പ്രായമോ ഒന്നും പക്വതയൊന്നും ഇല്ല. അത് ചെറിയ കുട്ടികളാണെങ്കിലും പ്രായമുള്ള ആൾക്കാരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെന്നപ്പെടുന്നത് സ്വാഭാവികമാണ്. അത് അവർ ആലോചിക്കേണ്ടതാണ്. നമ്മൾ പോകുന്നത് ശരിയായ പാതയിലാണോ? അവസാനം കയ്യിൽ നിന്നെല്ലാം പോയി, മാനം പോയി, ജീവിതം പോയി എന്നുള്ള അവസ്ഥയിലാണ് ഇത്തരം ആളുകൾ. ഇപ്പം ഈ കേസ് തന്നെ ആയിക്കഴിഞ്ഞാൽ ഇത് എവിടുന്ന് പൈസ തിരിച്ചു എത്ര കാലം കഴിയും കിട്ടാൻ? അവരെല്ലാം മാനം പോയില്ലേ. ഇപ്പം ഇത് എല്ലാവരും അറിഞ്ഞില്ലേ. അവരെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരെ ചിത്രങ്ങളോ ശബ്ദമോ ഒന്നും പുറത്തു വരുന്നില്ല. അത് മാത്രമാണ് സമാധാനിക്കാൻ പറ്റുന്നത്.
പക്ഷെ ഇത് അധികം സമയം വേണ്ടല്ലോ പുറത്ത് വരാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇദ്ദേഹത്തിന് ലഭിക്കാവുന്ന എന്തെങ്കിലും ശിക്ഷ എന്താണ് ഷിയാസ് കരീമിന്? ചീറ്റിംഗ് അല്ലേ? ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ 7 വർഷം വരെ ഇതുണ്ടാവും. പിന്നെ നഗ്നചിത്രങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഭീഷണിയാണ്. മുമ്പത്തെ വകുപ്പ് അവരുടെ 506 ആണ്. 3 വർഷം വരെ തടവ് ശിക്ഷയുള്ളൂ. ചീറ്റിങ്ങിന് 7 വർഷം കിട്ടും. നോൺ ബെയിലാളിയ വകുപ്പ് ആവാം. പണം തട്ടിയെടുത്തു എന്നുണ്ട്. അപ്പം 384 എന്നുള്ള വകുപ്പുണ്ട്, പണം തട്ടിയെടുത്തു. ബ്ലാക്ക് മെയിൽ, ഇത് പണം തട്ടിയെടുത്തു, അത് നോൺ ബെയിലബിളായ വകുപ്പാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ഇത് മൊത്തം. അപ്പോൾ ഇതിലിപ്പം നമുക്ക് പറഞ്ഞു നിർത്തുമ്പോൾ 2 കുറ്റക്കാരുണ്ട് ഇതിൽ. അതിൽ സ്ത്രീകളും കുറ്റക്കാരാണ്, ഷിയാസ് കരീമും കുറ്റക്കാരനാണ്. ഷിയാസ് കരീം ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത കുറ്റക്കാരനാണ്. മറ്റേത് ഒരു ആരാധന മുഖത്ത് ഭ്രാന്തായിട്ട് അതിൽ പെട്ടുപോകുന്നതാണ്. അപ്പോൾ എന്തും ചെയ്യും. അവരെ ഉടുതുണി അടക്കം വേണം ഊരി കൊടുക്കും. അത്രയും കഴുത്തിലെ ഏതെങ്കിലും താലിമാലുണ്ട് ഊരി കൊടുക്കും. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തുന്ന അവസ്ഥയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് പരാതിയുമായിട്ട് എത്തുന്നത്. മാത്രമല്ല അതിലപ്പുറത്തേക്ക് ഇത്തരം സ്ത്രീകൾ മനസ്സിലാക്കുകയാണ് തന്നെ മാത്രമാണ് സ്നേഹിച്ചത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. തന്നെ മാത്രമല്ല നിരവധി സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് കാണുമ്പോൾ പിന്നെ അവർക്ക് വൈരാഗ്യമായി മാറുകയാണ്, പ്രതികാരമായി മാറുകയാണ്. ആ പ്രതികാരമാണ് പിന്നീട് പ്രവർത്തിക്കുന്നത്.